Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chacko, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the topic Civil Liability for Misstatement in Prospectus from the subject Corporate Regulations for BBA Semester 3 students of the Kerala University. Liabilities for misstatement in prospectus. Where a prospectus issued, circulated, or distributed under this chapter includes any statement which is untrue or misleading in form or context in which it is included, or where any inclusion or omission of any matter is likely to mislead every person who authorizes the issue of such prospectus shall be liable under section 447. നമ്മളിവിടെ പഠിക്കുന്നത് ലയബിലിറ്റീസ് ഫോർ മിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ്. ഒരു കമ്പനിയുടെ പ്രോസ്പെക്ടസിനകത്ത് തെറ്റായിട്ടുള്ള വിവരങ്ങൾ നൽകുകയാണെങ്കിൽ, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള പ്രസ്താവനകൾ നടത്തുകയാണെങ്കിൽ അതിനുള്ള ലയബിലിറ്റീസ് അഥവാ ബാധ്യത എന്തായിരിക്കും, അതാണ് ഇവിടെ പഠിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തു, അത് സർക്കുലേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഈ കമ്പനീസ് ആക്ട് പ്രകാരം ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തു, സർക്കുലേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ആ പ്രോസ്പെക്ടസിനകത്ത് ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സ്, അതിനകത്തുള്ള പ്രസ്താവനകൾ അൺട്രൂ ആണ്, അല്ലെങ്കിൽ മിസ്ലീഡിംഗ് ആണ്, എന്ന് വെച്ചാൽ അസത്യമാണ്, അല്ലെങ്കിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെങ്കിൽ, അത് ഇൻഫോം അതിൻ്റെ ഘടനയിലാണെങ്കിലും അതിൻ്റെ ഉള്ളടക്കത്തിലാണ്, കോണ്ടെക്സ്റ്റിലാണെങ്കിലും. ഇനി ചില പ്രോസ്പെക്ടസിനകത്ത് തെറ്റായിട്ടുള്ള വിവരങ്ങൾ ആഡ് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാം, ചിലത് ഒമിറ്റ് ചെയ്യാം. ചില ആൾക്കാർക്ക് അസ്വീകാര്യമായിട്ടുള്ള ചില കാര്യങ്ങൾ അങ്ങ് ഒഴിവാക്കും, ചില കാര്യങ്ങൾ മറച്ചു പിടിക്കാൻ വേണ്ടി. അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തുകയും ചിലത് ഒഴിവാക്കുകയും എന്നിട്ട് പ്രോസ്പെക്ടസിനകത്ത് അസത്യം പ്രചരിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, തെറ്റായിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ പ്രോസ്പെക്ടസിലൂടെ നടത്തുകയും ചെയ്ത് അതുവഴി ഷെയർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാണോ കമ്പനിയുടെ അധികാരി, അല്ലെങ്കിൽ ആ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ അനുമതി നൽകിയത് ആരൊക്കെയാണോ അവരെല്ലാവരും കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 447 പ്രകാരം ശിക്ഷാ നടപടികൾക്ക് വിധേയരാകേണ്ടി വരും. അവർക്ക് ഇതിലൂടെ ബാധ്യത ഉണ്ടാകുന്നതാണ്. ഇതാണ് ലയബിലിറ്റീസ് ഫോർ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. We have already learned that persons who are making misstatements in a prospectus is liable under section 447 of the Companies Act 2013. But there is a provision regarding this. The provision is that nothing in this section shall apply to a person if he proves that such statement or omission was immaterial, or that he had reasonable grounds to believe and did up to the time of issue of the prospectus believe that the statement was true or the inclusion or omission was necessary. നമ്മൾ നേരത്തെ പഠിച്ചു, പ്രോസ്പെക്ടസിനകത്ത് മിസ്സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്ന തെറ്റായിട്ടുള്ള വിവരങ്ങൾ, അല്ലെങ്കിൽ അതിനകത്ത് ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നു, ചില കാര്യങ്ങൾ ഒഴിവാക്കുന്നു, ഇത്തരത്തിലുള്ള ഇൻക്ലൂഷനും ഒമിഷനും ഒക്കെ നടത്തുമ്പോൾ അത് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും സെക്ഷൻ 447 പ്രകാരം അയാൾ ലയബിൾ ആയിരിക്കുമെന്നാണ്. പക്ഷേ ഇവിടെ ഒരു പ്രൊവിഷൻ ഉണ്ട്. ഇനി ഇത്തരത്തിൽ പ്രോസ്പെക്ടസിനകത്ത് മിസ്സ്റ്റേറ്റ്മെൻറ്റ് വരുത്തുന്നതല്ല, ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നു, ചില കാര്യങ്ങൾ ആഡ് ചെയ്യുന്നു, ചിലത് ഒമിറ്റ് ചെയ്യുന്നു. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമാണെന്ന് പ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ, തെളിയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വന്നിരിക്കുന്ന ആരോപണം തെറ്റാണെന്ന്, ഇമ്മെറ്റീരിയൽ ആണെന്ന്, വസ്തുതയ്ക്ക് നിരക്കുന്നതല്ലെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ബാധ്യതയിൽ നിന്ന് ഒഴിവാകാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ചേർക്കപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടുന്ന കാര്യങ്ങൾ ആ സമയത്ത് അത്യന്താപേക്ഷിതമായിരുന്നു, അത്യാവശ്യമായിരുന്നു, ആ സമയത്ത് അത് ശരിയായിരുന്നു, പിന്നീടായിരിക്കണം ചിലപ്പോൾ അത് തെറ്റായി മാറിയതെങ്കിൽ അപ്പോഴും ആ പ്രോസ്പെക്ടസ് തയ്യാറാക്കിയ വ്യക്തിക്കോ അതിന് അനുമതി നൽകിയ വ്യക്തിക്കോ ഒക്കെ തൻ്റെ ലയബിലിറ്റിയിൽ നിന്ന് ഒഴിവാകാവുന്നതാണ്. ഇതാണ് ഈ സെക്ഷൻ 447 പ്രൊവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ താൻ ചെയ്ത കാര്യങ്ങൾ, പ്രോസ്പെക്ടസിൽ വരുത്തിയ കാര്യങ്ങൾ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ മിസ്ലീഡ് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ അത്തരം ഒരു ഒമിഷൻ, അതിനകത്ത് ചില കാര്യങ്ങൾ മാറ്റിയത് ചില കാര്യങ്ങൾ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടല്ല എന്നൊക്കെ അവർ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, തെളിയിച്ചു കഴിഞ്ഞാൽ, പിന്നെ സെക്ഷൻ 447 പ്രകാരമുള്ള ലയബിലിറ്റിയിൽ നിന്ന് ആ വ്യക്തികൾക്ക് ഒഴിവാകാവുന്നതാണ്. Civil liability for misstatements in prospectus. Where a person has subscribed for securities of a company acting on any statement included or the inclusion or omission of any matter
in the prospectus which is misleading and has sustained any loss or damage as a consequence thereof, the company and every person who shall, without prejudice to any punishment to which any person may be liable under section 36, be liable to pay compensation to every person who has sustained such loss or damage. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഒരു പ്രോസ്പെക്ടസിൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് വരുത്തി കഴിഞ്ഞാൽ അതിനുള്ള സിവിൽ ലയബിലിറ്റി എന്താണെന്നാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി, ആദ്യത്തെ പോയിന്റിൽ പറയുന്നതാണ്, ഏതെങ്കിലും ഒരു വ്യക്തി ഒരു കമ്പനിയുടെ സെക്യൂരിറ്റീസ് വാങ്ങിയെന്ന് വിചാരിക്കുക, ഷെയർസോ ഡിബഞ്ചേഴ്സോ വാങ്ങി. പക്ഷേ ഇയാൾ ഇത് വാങ്ങുന്നത് കമ്പനിയുടെ പ്രോസ്പെക്ടസിലെ ചില സ്റ്റേറ്റ്മെൻറ്റിലെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു, പ്രോസ്പെക്ടസ് വായിച്ചു നോക്കി, അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചാണ് ഇയാൾ ഈ ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് വാങ്ങിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. പക്ഷേ ഇയാൾ പ്രോസ്പെക്ടസിൽ വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രോസ്പെക്ടസിലുണ്ടായിരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്, അല്ലെങ്കിൽ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രോസ്പെക്ടസിൽ നിന്ന് എടുത്തു മാറ്റം ഒമിറ്റ് ചെയ്ത ചില കാര്യങ്ങൾ, ഇതൊക്കെ മിസ്ലീഡിംഗ് ആണെന്ന് വിചാരിക്കുക. അയാളെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് വിചാരിക്കുക. തെറ്റിദ്ധരിച്ചുകൊണ്ട് അയാൾ വാങ്ങിയെന്ന് വിചാരിക്കുക. അങ്ങനെ ആ ഷെയർസ് ഒരു വ്യക്തി വാങ്ങുകയും ആ ഷെയർസ് വാങ്ങിയത് മൂലം അദ്ദേഹത്തിന് നഷ്ടമോ ഉണ്ടായിക്കഴിഞ്ഞാൽ, വലിയ നഷ്ടം ഉണ്ടായെന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ കമ്പനിയും ഇതിന് ഉത്തരവാദികളായിട്ടുള്ള കമ്പനിയുടെ എല്ലാ വ്യക്തികളും അയാൾക്കും അതേപോലെ നാശമുണ്ടാകുന്ന, ഈ പ്രോസ്പെക്ടസ് വിശ്വസിച്ച് ഷെയർസ് വാങ്ങി നഷ്ടമുണ്ടാകുന്ന എല്ലാവർക്കും കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും, നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ട് വരും. ഇതാണ് ഒന്നാമത്തെ സിവിൽ ലയബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ കമ്പനിയുടെ പ്രോസ്പെക്ടസ് വായിച്ചു, അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയൊരു കാര്യം അത് മിസ്ലീഡിംഗ് ആയിരുന്നു, അത് കണ്ടുകൊണ്ടാണ് ഒരാൾ ഷെയർ വാങ്ങിച്ചത്. അങ്ങനെ പലരും വാങ്ങിച്ചു. അല്ലെങ്കിൽ പ്രോസ്പെക്ടസ് നിന്ന് ചില സുപ്രധാന കാര്യങ്ങൾ നമ്മൾ ഒമിറ്റ് ചെയ്തു, മാറ്റി. അപ്പോൾ അത് ആൾക്കാരത് കണ്ടില്ല. ഉദാഹരണത്തിന് കമ്പനി നഷ്ടത്തിലാണെന്നുള്ള കാര്യം നമ്മൾ മറച്ചു വെച്ചെന്ന് വിചാരിക്കുക. കമ്പനിയുടെ ലോസിനെ കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചു വെച്ചു, ലാഭമാണെന്ന് കാണിച്ചു. അപ്പോൾ അത് കണ്ടിട്ടായിരിക്കും ഒരാൾ ഷെയർ വാങ്ങുന്നത്. അപ്പോൾ അവർ ചതിക്കപ്പെടുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഷെയർ വാങ്ങുന്ന അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് വാങ്ങുന്ന വ്യക്തിക്കോ വ്യക്തികൾക്കോ നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ആ നഷ്ടത്തിന് കമ്പനിയും കമ്പനിയുടെ എല്ലാ ഇതുമായിട്ട് ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ അധികാരികളും അല്ലെങ്കിൽ വ്യക്തികളും അയാൾക്ക് അല്ലെങ്കിൽ ആ നഷ്ടം സംഭവിച്ച എല്ലാ വ്യക്തികൾക്കും കോമ്പൻസേഷൻ അഥവാ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ട് വരും. ഇതാണ് ഒന്നാമത്തെ സിവിൽ ലയബിലിറ്റി. പ്രോസ്പെക്ടസിൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് വരുത്തിയുള്ള ഒന്നാമത്തെ സിവിൽ ലയബിലിറ്റി ഇതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പ്രോസ്പെക്ടസിന് മിസ്സ്റ്റേറ്റ്മെൻറ്റ് വരുത്തി അതിന് ഉത്തരവാദിയായിട്ടുള്ള ആരൊക്കെയാണ് ഈ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരുന്നതെന്നാണ്. Now let us see the persons who are liable for misstatement or the persons who are bound to pay compensation to persons who suffered loss are: number 1, a director of the company at the time of the issue of the prospectus. ഈ പ്രോസ്പെക്ടസ് മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഈ പ്രോസ്പെക്ടസ് അല്ലെങ്കിൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് വരുത്തി ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത സമയത്ത് കമ്പനിയുടെ ഡയറക്ടർ ആരാണോ ആ ഡയറക്ടർ കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. സെക്കൻഡ് തിങ്, person who has authorized himself to be named and is named in the prospectus as a director of the company or has agreed to become such director either immediately or after an interval of time. ഇനി ആ സമയത്ത് പ്രോസ്പെക്ടസിൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് വരുത്തിയ സമയത്ത് കമ്പനിയുടെ നിലവിലുള്ള ഡയറക്ടർ മാത്രമല്ല, കമ്പനിയുടെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കാൻ ചുമതലപ്പെട്ട വ്യക്തിയായാലും മതി. അതാണ് person who has authorized himself to be named and is named in the prospectus as a director of the company. പ്രോസ്പെക്ടസിൽ ഡയറക്ടർ എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ കമ്പനിയുടെ ഡയറക്ടർ ആകാൻ ചുമതലയുള്ള വ്യക്തി, ഇനി അതല്ല കമ്പനിയുടെ ഡയറക്ടർ ആകാമെന്ന് സമ്മതിച്ചിട്ടുള്ള വ്യക്തി, അതായത് ഒരു ഇടവേളയ്ക്ക് ശേഷം ആഫ്റ്റർ ആൻ ഇൻ്റർവൽ ടൈം, കുറച്ച് നാളം കഴിഞ്ഞ് കമ്പനിയുടെ ഡയറക്ടർ ആകും എന്ന് പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തി, ഇവരെല്ലാവരും പ്രോസ്പെക്ടസിനകത്ത് മിസ്സ്റ്റേറ്റ്മെൻറ്റ് വരികയാണെങ്കിൽ ലയബിൾ ആണ്, കോമ്പൻസേഷൻ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. തേർഡ് പേഴ്സൺ ഹു ഈസ് ലയബിൾ ടു പേ കോമ്പൻസേഷൻ വെൻ ദർ ഈസ് മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ് ഈസ് പ്രൊമോട്ടർ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ പ്രൊമോട്ടർ, ഈ കമ്പനി തുടങ്ങാനായിട്ട് ഐഡിയ കൊണ്ടുവന്നു, അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ നടത്തി കമ്പനി ആരംഭിച്ച വ്യക്തി, ആ പ്രൊമോട്ടറും ബാധ്യസ്ഥനാണ്. ഫോർത്ത് പേഴ്സൺ ഈസ് എ പേഴ്സൺ ഹു ഹാസ് ഓത്തറൈസ്ഡ് ദ ഇഷ്യൂ ഓഫ് ദ പ്രോസ്പെക്ടസ്. ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ അനുമതി നൽകിയ വ്യക്തി, അയാളും കോമ്പൻസേഷൻ കൊടുക്കാൻ തയ്യാറാകേണ്ടി വരും. ഫിഫ്ത്ത് പേഴ്സൺ ഈസ് പേഴ്സൺ ഹു ഈസ് ആൻ എക്സ്പേർട്ട് റെഫർഡ് ടു ഇൻ സബ്സെക്ഷൻ 5 ഓഫ് സെക്ഷൻ 26. പ്രോസ്പെക്ടസ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ സെക്ഷൻ 26 സബ്സെക്ഷൻ 5 പറയുന്ന ഒരു എക്സ്പേർട്ട്, അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ കിട്ടിയതിന് ശേഷമാണ് ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഇതിന് അനുമതി കൊടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം, ആ എക്സ്പേർട്ട്. അങ്ങനെയാണെങ്കിൽ ആ എക്സ്പേർട്ടും ഈ കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് ബാധ്യസ്ഥനാകുകയാണ്. Second point is, no person shall be liable under subsection 1 if he proves that having consented to become a director of the company, he withdrew his consent before the issue of the prospectus and that it was issued without his authority or consent. നമ്മളിവിടെ പഠിക്കുന്നത് സെക്ഷൻ 1 പറഞ്ഞിരിക്കുന്ന പ്രകാരം നമ്മൾ നേരത്തെ പഠിച്ചു, ഇന്ന വ്യക്തികൾ എല്ലാവരും കോമ്പൻസേഷൻ കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ അത്തരം വ്യക്തികളിൽ ആരും കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരത്തില്ല. പക്ഷേ അങ്ങനെ ആവണമെങ്കിൽ ആ വ്യക്തികൾ ചില കാര്യങ്ങൾ തെളിയിക്കേണ്ടതായിട്ടുണ്ട്, പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാര്യമാണ്, ഇപ്പോൾ ഒരു ഡയറക്ടർ ഓഫ് ദ കമ്പനി ഓൾറെഡി പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിൽ ഉത്തരവാദിയാണ്, അദ്ദേഹം കോമ്പൻസേഷൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ അതേ ഡയറക്ടർ ചില കാര്യങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കോമ്പൻസേഷനിൽ നിന്ന് ഒഴിവാകാം. അതായത്, ഒന്ന്, he having consented to become a director of the company, he withdrew his consent before the issue of the prospectus. ഇപ്പോൾ ഒരു വ്യക്തി ഇന്ന കമ്പനിയുടെ ഡയറക്ടർ ആണെന്ന് സമ്മതം കൊടുത്തിരുന്നു. പക്ഷേ ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ആ സമ്മതം പിൻവലിച്ച വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് പിന്നെ ബാധ്യതയില്ല. പ്രോസ്പെക്ടസിൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് കാണും, പക്ഷേ ഈ സമ്മതം കൊടുക്കുന്നതിന് മുമ്പായിട്ട്, അതായത് കമ്പനിയുടെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കാനുള്ള സമ്മതം ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം സമ്മതം പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പിന്നെ ബാധ്യത വരത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ അധികാരത്തിലോ സമ്മതത്തോടു കൂടിയല്ല ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഈ കമ്പനിയുടെ ഡയറക്ടറായി പ്രവർത്തിക്കാനുള്ള സമ്മതം പിൻവലിച്ചതിന് ശേഷമാണ് ഇവർ പ്രോസ്പെക്ടസ് തയ്യാറാക്കിയത്, അത് ഇഷ്യൂ ചെയ്തതെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഡയറക്ടേഴ്സിന് ഈ ബാധ്യതയിൽ നിന്ന് ഒഴിവാകാവുന്നതാണ്. Second point, that the prospectus was issued without his knowledge or consent, and that on becoming aware of its issue, he forthwith gave a reasonable public notice that it was issued without his knowledge or consent. ചില സാഹചര്യങ്ങളിൽ ഒരു ഡയറക്ടർ, കമ്പനിയുടെ ഡയറക്ടറോ ഏതെങ്കിലും വ്യക്തികളോ അവരുടെ അറിവോടെയോ സമ്മതത്തോടോ കൂടി അല്ല പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തതെങ്കിൽ, മിസ്ലീഡിങ് അവരുടെ അറിവോടെയോ സമ്മതത്തോടെയോ അല്ല എങ്കിൽ, ആ കാര്യം അദ്ദേഹം അറിയുന്ന നിമിഷം അദ്ദേഹം പൊതുജനങ്ങൾക്ക് മതിയായ പബ്ലിക് നോട്ടീസ്, ഒരു അറിയിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് തൻ്റെ അറിവോടെയോ സമ്മതത്തോടു കൂടിയല്ല ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എന്ന് അറിയിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, പൊതുജനങ്ങൾക്കൊരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തിക്ക് പ്രോസ്പെക്ടസ് മിസ്ലീഡിംഗ് ആയിട്ട് ഇഷ്യൂ ചെയ്തു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ബാധ്യത ഉണ്ടായിരിക്കുന്നതല്ല. കാരണം ഈ പ്രോസ്പെക്ടസ് മിസ്ലീഡിംഗ് ആണെന്ന് കണ്ടെത്തി കഴിയുമ്പോൾ തൻ്റെ അറിവോടെ സമ്മതത്തോടെ അല്ല ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തതെന്ന് റീസണബിൾ പബ്ലിക് നോട്ടീസ് കൊടുക്കുന്ന വ്യക്തിക്കും ഈ ബാധ്യതയിൽ നിന്ന് ഒഴിവാകാവുന്നതാണ്. Third point regarding civil liability for misstatement in prospectus is, notwithstanding anything contained in this section, where it is proved that a prospectus has been issued with intent to defraud the applicants for the securities of a company or any other person or for any fraudulent purpose, every person referred to in subsection 1 shall be personally responsible without any limitation of liability for all or any of the losses or damages that may have been incurred by any person who subscribed to the securities on the basis of such prospectus. മൂന്നാമതായി സിവിൽ ലയബിലിറ്റി ഫോർ മിസ്സ്റ്റേറ്റ്മെന്റ് ഇൻ പ്രോസ്പെക്ടസിൽ പറയുന്ന കാര്യം ഇതാണ്. അതായത് ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ആപ്ലിക്കൻസിനെ, സെക്യൂരിറ്റീസിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കൻസിനെ ഡീഫ്രോഡ് ചെയ്യാൻ അല്ലെങ്കിൽ ചതിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുള്ളതാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ചതിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുള്ളതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രോഡുലന്റ് പേർപ്പസ്, ചതിപ്രയോഗത്തിന് വേണ്ടിയാണ് തയ്യാറാക്കിയിരിക്കുന്ന ഈ പ്രോസ്പെക്ടസ് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ, സബ്സെക്ഷൻ 1 പറയുന്ന എല്ലാ വ്യക്തികളും വ്യക്തിപരമായി ഒരു ലിമിറ്റേഷനും ഇല്ലാതെ, ലയബിലിറ്റിയിൽ ഒരു ലിമിറ്റേഷനും ഇല്ലാതെ, ഇതുമൂലം ഏതെങ്കിലും ഒരു വ്യക്തിക്കോ വ്യക്തികൾക്കോ ഈ സെക്യൂരിറ്റീസ് ഇത് വിശ്വസിച്ച്, ഈ പ്രോസ്പെക്ടസ് വിശ്വസിച്ച് മേടിച്ച വ്യക്തികൾക്ക് എന്തെങ്കിലും നഷ്ടമോ കഷ്ടനഷ്ടങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അതിനെല്ലാം വ്യക്തിപരമായി ഇവർ നഷ്ടപരിഹാരം ചെയ്യാൻ ബാധ്യസ്ഥനായി തന്നെ തീരും. ഇതാണ് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. അസൈൻമെന്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ലയബിലിറ്റി ഫോർ മിസ്സ്റ്റേറ്റ്മെന്റ് ഇൻ എ പ്രോസ്പെക്ടസ്? I hope all of you understood the topic civil liability for misstatement in prospectus quite well. For more information and classes, please subscribe
the YouTube channel of our college, Bosco Campus Vision. Thank you for listening.